യൂത്ത് വാസ്തവത്തിൽ ഏറ്റവും കൂടുതൽ എല്ലാ രൂപതകളും ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ്. അത് KCY എന്ന പേരിലാണെങ്കിലും SMY ആണെങ്കിലും അത് നമ്മൾ ഗുരുതരമായ രീതിയിൽ തന്നെ നോക്കാറുണ്ട്. നമുക്ക് പാലാരൂപതയിൽ ഈ KCY അല്ലെങ്കിൽ യൂത്ത് പ്രൊമോഷൻ തരക്കേടില്ലാത്ത രീതിയിൽ നടത്തുന്നുണ്ട്. നമ്മളുടെ ജീസസ് യൂത്ത് മേഖലയിൽപ്പെട്ടവരും നല്ലപോലെ അതിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇത് ചിലപ്പോഴെല്ലാം ഇത് രണ്ടും തമ്മിലും കുഞ്ഞു കുഞ്ഞു അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പലയിടത്തുമുണ്ട്. ഈ ഇതിൽ അത്ര അധികമായിട്ട് ടെൻഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. രണ്ടു കൂട്ടരും പരിശ്രമിക്കേണ്ടത് കർത്താവിൻ്റെ വിശ്വാസം മറ്റുള്ളവർക്ക് കൊടുക്കുക, അത് ജീവിക്കുക, ആ ഒരു ബോണ്ടിങ്ങിൽ നല്ലതുപോലെ വളരുക എന്നുള്ളതാണ്. യൂത്ത് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയിട്ടുള്ളത് ഈ നാളുകളിലൊക്കെ നല്ലപോലെ കൺസോളിഡേറ്റഡ് ആയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ സെന്റ് തോമസ് കോളേജിൽ വെച്ച് യൂത്തിൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. 12,000 യൂത്ത് പാലായിൽ ഒന്ന് പങ്കെടുത്തു. അവരുടെ ആവേശം, അവരുടെ പ്രതിബദ്ധത എൻ്റെ വ്യക്തിപരമായിട്ട് തോന്നല്. ഞാൻ പാലായിലെ പ്രമുഖരായ അൽമായരുടെ കോൺട്രിബ്യൂഷൻ ഒക്കെ ഞാൻ പറഞ്ഞിരുന്നല്ലോ. അങ്ങനെയുള്ള ആ ഒരു പൈതൃകം ഏറ്റു വാങ്ങാൻ സന്മനസ്സുള്ള ഒത്തിരി യൂത്ത് നമുക്കുണ്ട്. ശ്രീയാനി നല്ലപോലെ പഠിക്കുന്ന യൂത്തുണ്ട്. ശ്രീയാനി സംഗീതങ്ങൾ നല്ലപോലെ കൊണ്ടുനടക്കുന്ന ആളുകളുണ്ട്. നമ്മുടെ ലിറ്ററേച്ചി നന്നായിട്ട് പഠിക്കുന്ന യൂത്ത് നമ്മുടെ രൂപതയിൽ വളരെയധികമുണ്ട്. പ്രാർത്ഥനകളിൽ ആയിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. പ്രധാനമായിട്ട് നമ്മുടെ പാലമാക്കൽ തോമാക്കത്തനാരുടെ വർത്തമാന പുസ്തകം ഈ യൂത്തിനിടയിൽ പലരും നല്ലപോലെ വായിച്ചു പഠിക്കുന്നുണ്ട്. അത് സാധാരണഗതിയിൽ എളുപ്പമല്ല. അവർക്കത് ഒരു വലിയൊരു തീക്ഷ്ണതയാണ്. അതുപോലെ ചരിത്ര പുരുഷന്മാരെ കുറിച്ച് ഇവിടെ പറഞ്ഞല്ലോ, നിശീരിക്കൽ, മാനിച്ചൻ, പറയമാക്കല്, അവരെ കുറിച്ചൊക്കെയുള്ള സെമിനാറുകൾ, അതെല്ലാം AKCCയുടെ കൂട്ടത്തിൽ കൂടി ഈ രൂപതയിൽ ആണ്ടുവട്ടത്തിൽ പലതവണ ഈ ചരിത്ര പുരുഷന്മാരെ കുറിച്ചുള്ള പഠനങ്ങൾ ഞാനും സാധിക്കുന്നിടത്തോളം അതിലെല്ലാം പങ്കെടുക്കുന്നുണ്ട്.